നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടി യുഎസും റഷ്യയും സൗദി അറേബ്യയിൽ നിർണായകമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തി. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമെന്ന് വത്തിക്കാൻ. നാളെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിവാര സദസ് റദ്ദാക്കി വത്തിക്കാൻ. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 4 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർപ്പാപ്പ. ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിൽ ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞ് തീപിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആർക്കും ജീവഹാനിയില്ല. കൊടുങ്കാറ്റും മഞ്ഞും കാരണമെന്ന് നിഗമനം. ഉക്രൈനെ ചൊല്ലി യൂറോപ്പുമായി വാക്തർക്കത്തിൽ തുടരുന്ന യുഎസിനെ അനുമയിപ്പിച്ച് കൂടെ നിർത്താൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലെ യൂറോപ്യൻ സമാധാന സേനയ്ക്ക് US പിന്തുണ നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ച് കെയർ സ്റ്റാർമർ. ഉക്രൈൻ ഇല്ലാത്ത ഒരു സമാധാന ചർച്ചയും സ്വീകാര്യമല്ലെന്ന് സെലൻസ്കി. F-35 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റങ്ങളും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട് ലോകമെമ്പാടുമുള്ള 200-ലധികം സംഘടനകൾ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബസ് അപകടത്തിൽ 30-ലധികം പേർ മരിച്ചു. തെക്കൻ ലെബനനിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ. തൊഴിൽ നിയമ ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ED പരിശോധന. കേസിലെ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. വാർത്തകൾ വിശദമായി. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ ഭാഗമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും സൗദി അറേബ്യയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു. US റഷ്യൻ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഭാവി പങ്കാളിത്തത്തിനുള്ള സാധ്യതകൾ, ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണം അവസാനിപ്പിക്കാൻ എന്തു ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നിവയെക്കുറിച്ച് വിശദമായ ചർച്ചകൾ തുടരും. ചർച്ചകളിൽ പ്രതിനിധിയായി ഉക്രൈനും യൂറോപ്പും ക്ഷണിക്കപ്പെട്ടിട്ടില്ല. കരാറുമായി ബന്ധപ്പെട്ട് യൂറോപ്പിലുടനീളമുള്ള പ്രതികരണങ്ങളും യൂറോപ്യൻ നേതാക്കളുടെ പദ്ധതികളും ചർച്ചാ വിഷയമാക്കുമെന്നാണ് പ്രതീക്ഷ. ഉക്രൈൻ ഇല്ലാതെ ചർച്ചകളിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് യൂറോപ്യൻ നേതാക്കൾ നിലപാടെടുത്തിരുന്നു. സമാധാന സേനയ്ക്ക് ഉക്രൈനിൽ മതിയായ US പിന്തുണ ഉറപ്പാക്കണമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ആവശ്യപ്പെട്ടത്. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 4 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് 88-കാരനായ മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് പോളി മൈക്രോബയൽ അണുബാധയുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനായുള്ള പ്രത്യേക തെറാപ്പി ചികിത്സയാണ് ഇപ്പോൾ നൽകുന്നതെന്നും നേരത്തെ നൽകി വന്നിരുന്ന ചികിത്സയിൽ മാറ്റം വരുത്തിയിട്ടുണ്ടെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞു. ഒരാഴ്ചയിലേറെയായി ശ്വാസകോശ സംബന്ധമായ അണുബാധ മൂലം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് മാർപ്പാപ്പ. ഇതേ തുടർന്ന് നാളെ പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിവാര സദസ് റദ്ദാക്കിയതായി വത്തിക്കാൻ അറിയിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയും സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ തീർത്ഥാടകർക്കായി നടത്തുന്ന പതിവ് പ്രാർത്ഥനകൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിൽ ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 17 പേർക്ക് പരിക്കേറ്റു. ആർക്കും ജീവഹാനിയില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15-നാണ് മിനിപ്പോളിസിൽ നിന്ന് വന്ന ഡെൽറ്റ എയർലൈൻസിന്റെ മിത്സുബിഷി CRJ എൻഡവർ ഫ്ലൈറ്റ് തകർന്ന് തലകീഴായി മറിഞ്ഞത്. തലകീഴായി മറിഞ്ഞ ഉടനെ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. 76 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ടൊറന്റോയിലെ പിയേഴ്സ് ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിൽ ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം തകർന്ന് 17 പേർക്ക് പരിക്ക്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15-നാണ് മിനിയാപോളിസിൽ നിന്നും വന്ന ഡെൽറ്റ എയർലൈനിലെ മിത്സുബിഷി CRJ എൻഡവർ ഫ്ലൈറ്റ് തകർന്ന് തലകീഴായി മറിഞ്ഞത്. തലകീഴായി മറിഞ്ഞ ഉടൻ വിമാനത്തിന് തീപിടിക്കുകയായിരുന്നു. അഗ്നിരക്ഷാ സേന തലകീഴായി കിടന്ന യാത്രക്കാരെ പുറത്തിറക്കിയ ശേഷം തീയണച്ച് രക്ഷാപ്രവർത്തനം നടത്തി. ആർക്കും ജീവാപായമില്ല. യാത്രക്കാരെ രക്ഷപ്പെടുത്തിയ ശേഷം വിമാനത്തിനുള്ളിൽ സ്ഫോടനമുണ്ടായതായി ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. 76 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്തുണ്ടായ അതിശക്തമായ കാറ്റും റൺവേയിൽ മഞ്ഞ് വീണു കിടന്നതുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞുവീഴ്ച മൂലം വിമാനത്താവളത്തിലെ കാഴ്ചപരിധിയും കുറവായിരുന്നു. വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് റൺവേയിൽ തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.
ഒരാഴ്ചയായി തുടരുന്ന കൊടും ശൈത്യത്തിൽ വിമാനത്താവളം 22 സെന്റിമീറ്ററോളം കട്ടിയിൽ മഞ്ഞു വീണ് കിടന്നിരുന്നു. അപകടത്തെ തുടർന്ന് ഗ്രേറ്റർ ടൊറന്റോയിൽ എയർപോർട്ട് അതോറിറ്റി മണിക്കൂറുകളോളം പിയേഴ്സണിലെ എല്ലാ വിമാന ഗതാഗതവും നിർത്തിവെച്ചു. നൂറുകണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. രക്ഷാപ്രവർത്തനം അവസാനിച്ച ശേഷം പിയേഴ്സണിലെ വിമാന സർവീസുകൾ വൈകുന്നേരം 5 മണിക്ക് പുനരാരംഭിച്ചു. തങ്ങൾ വിമാനത്തിനുള്ളിൽ തലകീഴായി കിടക്കുകയായിരുന്നു എന്നും ഇന്ധന ചോർച്ച ഉണ്ടായിട്ടും ഞങ്ങൾ ഇപ്പോഴും ജീവനോടെയുണ്ട് എന്നത് അതിശയകരമെന്നും യാത്രക്കാർ പറഞ്ഞു. യാത്രക്കാർക്ക് താരതമ്യേന ചെറിയ പരുക്കുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നതിലും തങ്ങൾക്ക് സമാധാനമുണ്ടെന്നും ഈ അപകടം തങ്ങൾക്കുള്ള ഒരു പാഠപുസ്തകമാണോ എന്നും ഒരു വാർത്താ സമ്മേളനത്തിൽ ഗ്രേറ്റർ ടൊറന്റോ എയർപോർട്ട് സിഇഒ ടെറബോ ഫ്ലിന്റ് പ്രതികരിച്ചു. ഉക്രൈനെ ചൊല്ലി യൂറോപ്പുമായി വാക്തർക്കത്തിൽ തുടരുന്ന യുഎസിനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലെ യൂറോപ്യൻ സമാധാന സേനയ്ക്ക് US പിന്തുണ നൽകണമെന്ന് കെയർ സ്റ്റാർമർ ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ചു. റഷ്യ വീണ്ടും ഉക്രൈനെ ആക്രമിക്കുന്നതിൽ നിന്ന് തടയാനുള്ള ഒരേയൊരു മാർഗമാണിതെന്ന് കെയർ സ്റ്റാർമർ പറഞ്ഞു. ഉക്രൈൻ യുദ്ധകരാർ മേൽനോട്ടം ട്രംപ് ഏറ്റെടുക്കുന്നതിനെതിരെ ബദൽ ചർച്ച ചെയ്യാൻ പാരീസിൽ ചേർന്ന അടിയന്തര ഉച്ചകോടിക്ക് ശേഷമാണ് UK പ്രധാനമന്ത്രി ട്രംപിനോട് ഈ അഭ്യർത്ഥന നടത്തിയത്. പ്രതിരോധ ചെലവിൽ വലിയ വർധനവ് വരുത്തണമെന്ന് യൂറോപ്യൻ നേതാക്കൾ ഉച്ചകോടിയിൽ ആഹ്വാനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കുന്ന ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് ഉക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കാൻ സഹായിക്കുന്നതിന് ഒരു യൂറോപ്യൻ സേന രൂപീകരിക്കുന്നതിനെ എതിർത്തു. ഉക്രൈനിലെ യുദ്ധത്തെക്കുറിച്ച് റഷ്യൻ US ഉദ്യോഗസ്ഥർ സൗദി അറേബ്യയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതിനിടെ തങ്ങളുടെ പങ്കാളിത്തമില്ലാതെ ഉണ്ടാക്കുന്ന ഒരു സമാധാന കരാറും അംഗീകരിക്കില്ലെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അറിയിച്ചു. ഉക്രൈനില്ലാതെ ഉക്രൈനെക്കുറിച്ചുള്ള ഏതൊരു ചർച്ചയും ഫലമില്ലാത്ത ഒന്നായി ഉക്രൈൻ കണക്കാക്കും. ഉക്രൈനിലെ മോസ്കോയുടെ 3 വർഷത്തെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ചകൾക്ക് മുൻപ് ചൊവ്വാഴ്ച റഷ്യൻ അമേരിക്കൻ ഉദ്യോഗസ്ഥർ റിയാദിലേക്ക് പോയപ്പോഴാണ് സെലൻസ്കി ഇത് വ്യക്തമാക്കിയത്. ചർച്ചകളിൽ നിന്ന് കൈവിനെയും യൂറോപ്പിനെയും ഒഴിവാക്കി. F-35 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റങ്ങളും ഉടൻ നിർത്താൻ ലോകമെമ്പാടുമുള്ള 200-ലധികം സംഘടനകൾ ആവശ്യപ്പെട്ടു. F-35 യുദ്ധവിമാനങ്ങൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കാൻ ഉപയോഗിക്കുന്നത് തടയുന്നതിനാണ് ഈ നീക്കം. ഗാസയിലെ യുദ്ധം 500 ദിവസത്തിലെത്തിയതോടെ ഇക്കാര്യം ആവശ്യപ്പെട്ട് 232 സിവിൽ സൊസൈറ്റി സംഘടനകൾ ഒപ്പിട്ട കത്ത് തിങ്കളാഴ്ച ഓസ്ട്രേലിയ, കാനഡ, ഡെൻമാർക്ക്, ഇറ്റലി, നെതർലാൻഡ്സ്, നോർവേ, US, UK എന്നിവിടങ്ങളിലെ മന്ത്രിമാർക്ക് അയച്ചു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ, ഓക്സ്ഫാം തുടങ്ങിയ ഉന്നത ചാരിറ്റികളും ഏജൻസികളും സംഘടനകളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ വർഷം യൂറോപ്പിൽ കടൽ വഴിയുള്ള വാതക കയറ്റുമതി 5% കുറഞ്ഞത് ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയതായി റിപ്പോർട്ട്. അതേസമയം UKയുടെ വാതക കയറ്റുമതി ഏകദേശം പകുതിയോളം ഇടിഞ്ഞു. എന്നാൽ പുതിയ ഇറക്കുമതി ടെർമിനലുകൾക്കായി സർക്കാരുകൾ കോടിക്കണക്കിന് ചെലവഴിക്കുകയാണ്. LNG പ്രകൃതിവാതകത്തിന്റെ ഇറക്കുമതി കഴിഞ്ഞ വർഷം 19% കുറഞ്ഞതായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എനർജി എക്കണോമിക്സ് ആൻഡ് ഫിനാൻഷ്യൽ അനാലിസിസ് കണ്ടെത്തി. പാൻഡമിക്കിന് ശേഷം യൂറോപ്പിന്റെ ഇതുവരെ കാണാത്ത ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നു ഇത്. അതോടൊപ്പം കഴിഞ്ഞ വർഷം UKയിലെ LNG ഇറക്കുമതിയിൽ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് കണ്ടെത്തി. മുൻവർഷത്തെ അപേക്ഷിച്ച് 47% ഇടിവാണ് ഉണ്ടായത്. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബസ് അപകടത്തിൽ 30-ലധികം പേർ മരിച്ചു. 4 കുട്ടികൾ ഉൾപ്പെടെ 14 പേർക്ക് പരിക്കേറ്റതായി ആശുപത്രി അധികൃതർ പറഞ്ഞു. ഡ്രൈവർക്ക് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വാഹനം ഏകദേശം 2625 അടി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. പൊട്ടോസി, ഒറൂറോ നഗരങ്ങൾക്കിടയിലാണ് അപകടം നടന്നത്. ഈ വർഷം ഇതുവരെ തെക്കേ അമേരിക്കൻ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതിൽ വച്ച് ഗുരുതരമായ റോഡപകടമാണിത്. കഴിഞ്ഞ മാസം പോളണ്ടിന് സമീപം മറ്റൊരു ബസ് റോഡിൽ നിന്ന് തെന്നിമാറി 19 പേർ മരിച്ചു. തെക്കൻ ലെബനനിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രയേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. സിദനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷഹീന് നേരെ ആക്രമണമുണ്ടായത്. ഇറാന്റെ ഒത്താശയോടെ ഇസ്രയേൽ പൗരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രയേൽ ആരോപിച്ചു. ക്രിപ്റ്റോ കറൻസിയെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അർജന്റീനിയൻ പ്രസിഡന്റ് ജാവിയർ മിലി കടുത്ത ഇംപീച്ച്മെന്റ് നടപടി നേരിടുന്നു. ക്രിപ്റ്റോ കറൻസി ചെറുകിട ബിസിനസ്സുകൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ധനസഹായം നൽകുമെന്ന് വെള്ളിയാഴ്ച അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിൽ അറിയിച്ചിരുന്നു. തുടർന്ന് അത് വാങ്ങുന്നതിനായി അദ്ദേഹം ഒരു ലിങ്ക് പങ്കിട്ടിരുന്നു. ക്രിപ്റ്റോ കറൻസിയുടെ മൂല്യം കുത്തനെ ഇടിയുകയും നിക്ഷേപകരുടെ പണത്തിന്റെ ഭൂരിഭാഗം നഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹം തന്റെ പോസ്റ്റ് ഇല്ലാതാക്കി. അതേസമയം ഞായറാഴ്ച അർജന്റീനയിലെ ക്രിമിനൽ കോടതിയിൽ വഞ്ചനയ്ക്കെതിരെ അഭിഭാഷകർ പരാതി നൽകി. ദ്വിദിന സന്ദർശനത്തിനായി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഇന്ത്യയിലെത്തി.
ഡൽഹി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഖത്തർ അമീറിനെ സ്വീകരിച്ചു. ഹസ്തദാനം നൽകിയ ശേഷം ആലിംഗനം ചെയ്താണ് നരേന്ദ്രമോദി ഖത്തർ അമീറിനെ സ്വാഗതം ചെയ്തത്. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ഖത്തറിലെ വ്യാപാര വാണിജ്യ രംഗത്തെ പ്രമുഖർ ഉൾക്കൊള്ളുന്ന ഉന്നതതല സംഘം തുടങ്ങിയവർ അമീറിനെ അനുഗമിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെക്കുറിച്ചും അവ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പ്രധാനമന്ത്രിയും അമീറും ചർച്ച നടത്തും. ചൊവ്വാഴ്ച രാഷ്ട്രപതി ഭവനിൽ അമീറിനായി ഔപചാരിക സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. മജ്ലിസ് എന്ന ബ്രാൻഡിൽ ഹലാൽ സർട്ടിഫിക്കേഷനുള്ള നോൺ ആൽക്കഹോൾ അറേബ്യൻ അൽ ദുബായിൽ പുറത്തിറക്കി. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന അറേബ്യൻ പാനീയത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഹലാൽ ആൽക്കഹോൾ ഉണ്ടാക്കിയത്. മിഡ് ടൗൺ ഫാക്ടറി വികസിപ്പിച്ചെടുത്ത പുതിയ ഉൽപ്പന്നം പരമ്പരാഗത പാനീയത്തിന്റെ യഥാർത്ഥ രുചി പ്രദാനം ചെയ്യുന്ന നോൺ ആൽക്കഹോൾ ആണെന്നും അതിനാലാണ് ഹലാൽ സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും അറേബ്യൻ ആലിന്റെ നൂതന ആശയക്കാരനും മിഡ് ടൗൺ ഫാക്ടറിയുടെ സിഇഒയുമായ ഇഗോർ സർഗുണിൻ പറഞ്ഞു. ഉൽപ്പന്നങ്ങൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് കമ്പനി UAE അധികൃതരിൽ നിന്ന് ഹലാൽ സർട്ടിഫിക്കേഷൻ നേടിയെടുത്തത്. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ. തൊഴിൽ നിയമ ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. സഹോദരനോ സഹോദരിയോ മരണപ്പെടുമ്പോൾ സ്വകാര്യ ജീവനക്കാർക്ക് 3 ദിവസത്തെ വേതനത്തോടു കൂടിയ അവധി, ജീവനക്കാരികൾക്ക് 12 ആഴ്ച പ്രസവ അവധി തുടങ്ങിയവ പുതിയ പരിഷ്കാരങ്ങളിൽ പെടുന്നു. പ്രസവാവധിയിൽ 6 ആഴ്ച പ്രസവാനന്തരം ആയിരിക്കും. ഓവർടൈം ജോലി ചെയ്യുന്നതിന് ഓവർടൈം വേതനത്തിനു പകരം അവധി നൽകാനും തൊഴിലുടമയ്ക്ക് അനുമതിയുണ്ട്. എന്നാൽ ഇതിന് തൊഴിലാളികളുടെ അനുമതി കൂടി ആവശ്യമാണ്. തൊഴിലാളിയാണ് തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് 30 ദിവസം മുമ്പും, തൊഴിലുടമയാണ് തൊഴിൽ കരാർ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ചുരുങ്ങിയത് 60 ദിവസം മുമ്പും നോട്ടീസ് നൽകിയിരിക്കണം. ജീവനക്കാർക്കും തൊഴിൽ അപേക്ഷകർക്കുമിടയിൽ വർണ്ണ, ഭാഷ, ലിംഗ വിവേചനം കാണിക്കരുത്. ഉഭയകക്ഷി വ്യാപാരം സന്തുലിതമാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ താരിഫ് ഭീഷണി ഇന്ത്യയിൽ വിലക്കയറ്റത്തിന് കാരണമാക്കുമെന്ന് സോഹോ സ്ഥാപകൻ ശ്രീധർ ബംബു. ട്രംപിന്റെ ഭീഷണി മൂലം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിച്ചില്ലെങ്കിൽ ഇത് വലിയ ധനക്കമ്മിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. US സോഫ്റ്റ്വെയർ സേവനം കയറ്റുമതി ചെയ്ത് ചൈനയിൽ നിന്ന് കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണ് ഇന്ത്യ. അമേരിക്കയിൽ നിന്ന് ഐഫോണും GPUവും LPGയും ന്യൂക്ലിയർ പ്ലാന്റുകളും യുദ്ധവിമാനങ്ങളും വിസ്കിയും അടക്കം ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഉഭയകക്ഷി കയറ്റുമതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലെ അന്തരം കുറയ്ക്കാൻ ഇന്ത്യക്ക് മേലെ US സമ്മർദ്ദം ഏറി. ഇതൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാതിരിക്കാൻ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ രാജ്യം ശ്രമിക്കണം. അതിന് ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും ശ്രീധർ ബംബു പറഞ്ഞു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. രാജീവ് കുമാർ വിരമിച്ച ഒഴിവിൽ ജ്ഞാനേഷ് കുമാറിനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവർ അടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് ജ്ഞാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുത്തത്. സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് നൽകിയെങ്കിലും ഇത് തള്ളുകയായിരുന്നു. ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ തിരക്കിൽപ്പെട്ട് യാത്രക്കാർ മരിച്ച സംഭവത്തിൽ റെയിൽവേയെ വെട്ടിലാക്കി RPF റിപ്പോർട്ട്. പ്രയാഗ്രാജിലേക്കുള്ള പ്രത്യേക ട്രെയിൻ വരുന്നത് പെട്ടെന്ന് അനൗൺസ് ചെയ്താണ് തിരക്കിനും കാരണമായത് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. 16 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പ്രത്യേക ട്രെയിൻ എത്തുമെന്നായിരുന്നു അറിയിപ്പ്. 12 മുതൽ 15 വരെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഇതോടെ 16ാം പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. ആളുകൾ കൂട്ടമായി ഓടിയത് തിക്കും തിരക്കും ഉണ്ടാക്കിയതാണ് അപകട കാരണമെന്ന് RPF റിപ്പോർട്ട്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു. കേരള ഹൈലൈറ്റ്സ്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതികളിൽ ഒരാളായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ED പരിശോധന നടത്തി. വീട്ടിലും അതിനോട് ചേർന്നുള്ള സായിഗ്രാമിന്റെ ഓഫീസിലുമാണ് റെയ്ഡ്. കേസിലെ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി. സംസ്ഥാന വ്യാപകമായി പാതിവില തട്ടിപ്പിൽ ED റെയ്ഡ് തുടരുന്ന പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തിയത്. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിൽ വാറന്റുമായി ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തുന്നതിനാൽ ഇവിടെ എത്തിയ ED പിൻവാങ്ങി.
സ്ഥാപനത്തിലെ അക്കൗണ്ടുകളിലേക്ക് 548 കോടി രൂപ എത്തിയതായി ക്രൈംബ്രാഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പണം വന്ന വഴിയും ഉന്നത ബന്ധവും കണ്ടെത്തണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യത്തിൽ അനന്തുവിനെ 2 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 109.54 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 86.93 രൂപ, ഒരു യൂറോ 90.95 രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിൽ തകർപ്പൻ റെക്കോർഡ് സ്വന്തമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വഡോദര അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 141 റൺസിന് RCB വനിതകൾ ഓൾ ഔട്ട് ആക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് റോയൽ ചലഞ്ചേഴ്സ് ചരിത്ര നേട്ടത്തിൽ ഒന്നാമതെത്തിയത്. ലീഗിൽ 4 തവണയാണ് RCB വനിതകൾ എതിരാളികളെ ഓൾ ഔട്ട് ആക്കിയത്. ഇതോടെ എതിരാളികളെ 3 തവണ ഓൾ ഔട്ടാക്കിയ മുംബൈ ഇന്ത്യൻസ്, UP വാരിയേഴ്സ് എന്നിവരെ മറികടന്നുകൊണ്ടാണ് RCB ഒന്നാമതെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വഴികൾ തേടി US-ഉം റഷ്യയും സൗദി അറേബ്യയിൽ നിർണായകമായ ചർച്ചകൾക്ക് തുടക്കമിട്ടു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവും സൗദി അറേബ്യയിൽ കൂടിക്കാഴ്ച നടത്തി. പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമെന്ന് വത്തിക്കാൻ. നാളെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിവാര സദസ് റദ്ദാക്കി വത്തിക്കാൻ. ബ്രോങ്കൈറ്റിസ് ബാധിച്ച് 4 ദിവസമായി റോമിലെ ജെമല്ലി ആശുപത്രിയിൽ ചികിത്സയിലാണ് മാർപ്പാപ്പ. ടൊറന്റോയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റൺവേയിൽ ഡെൽറ്റ എയർലൈൻസിന്റെ വിമാനം ലാൻഡിങ്ങിനിടെ തലകീഴായി മറിഞ്ഞ് തീപിടിച്ച് 17 പേർക്ക് പരിക്കേറ്റു. ആർക്കും ജീവഹാനിയില്ല. കൊടുങ്കാറ്റും മഞ്ഞും കാരണമെന്ന് നിഗമനം. ഉക്രൈനെ ചൊല്ലി യൂറോപ്പുമായി വാക്തർക്കത്തിൽ തുടരുന്ന US-നെ അനുമയിപ്പിച്ച് കൂടെ നിർത്താൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. ഉക്രൈനിലെ യൂറോപ്യൻ സമാധാന സേനയ്ക്ക് US പിന്തുണ നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപിനോട് അഭ്യർത്ഥിച്ച് കെയർ സ്റ്റാർമർ. ഉക്രൈനില്ലാത്ത ഒരു സമാധാന ചർച്ചയും സ്വീകാര്യമല്ലെന്ന് സെലൻസ്കി. F-35 യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങൾ ഇസ്രയേലിലേക്കുള്ള എല്ലാ ആയുധ കൈമാറ്റങ്ങളും ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ട് ലോകമെമ്പാടുമുള്ള 200-ലധികം സംഘടനകൾ. തെക്കേ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബസ് അപകടത്തിൽ 30-ലധികം പേർ മരിച്ചു. തെക്കൻ ലെബനനിൽ ഇന്നലെ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് സർക്കാർ. തൊഴിൽ നിയമ ഭേദഗതികൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ജ്ഞാനേഷ് കുമാറിനെ നിയമിച്ച് കേന്ദ്ര സർക്കാർ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യ പ്രതികളിൽ ഒരാളായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ് കുമാറിന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ ED പരിശോധന. കേസിലെ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണന്റെ കൊച്ചിയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.